കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് രാജ്യവ്യാപകമായി നിരോധിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം കന്നുകാലികളുടെ വിൽപ്പന നടത്തുന്ന സമയത്ത് വാങ്ങുന്നയാൾ കന്നുകാലികളെ അറവിനായി നൽകില്ല എന്നുള്ള ഒരു ഉറപ്പ് രേഖാമൂലം എഴുതി നൽകണം. മാത്രമല്ല, ഈ വാങ്ങുന്നയാൾ ഒരു കർഷകനാണ്, കാർഷിക ആവശ്യങ്ങൾക്കാണ് ഈ കന്നുകാലിയെ വാങ്ങുന്നത് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുകയും വേണം. മാത്രമല്ല, ഈ കന്നുകാലിയെ വാങ്ങി 6 മാസത്തിനുള്ളിൽ ഇതിനെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്താൻ പാടില്ല. ഈ വിൽപ്പന നടത്തുന്ന സമയത്തും ഇത്തരത്തിൽ ഇതിനെ അറവിനായി നൽകില്ല എന്നുള്ള രീതിയിലുള്ള ഉറപ്പുകൾ ഈ വിൽപ്പന വാങ്ങിക്കുന്നയാൾ എഴുതി നൽകണം എന്നുള്ള കാര്യം കൂടി ഈ വിജ്ഞാപനത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകാലിയെ ബലി പോലുള്ള ആവശ്യങ്ങൾക്കായി, അത്തരത്തിലുള്ള ആചാരങ്ങൾക്കായി വിട്ടുകൊടുക്കില്ല, അത്തരത്തിലുള്ള ആചാരങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഈ എഴുതി നൽകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കന്നുകാലികളുടെ കശാപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എങ്ങനെയാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായ ഒരു വിജ്ഞാപനം ഇറക്കിയത് എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ വിശദീകരണം ഇനിയും വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് സംസ്ഥാനങ്ങളുടെ അധികാരമാണ്. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് നിരോധിച്ചിട്ടുമുണ്ട് ഈ അടുത്ത കാലത്ത് വരെ. പക്ഷേ ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം എടുക്കുമ്പോൾ ഇത് എന്ന് മുതൽ നടപ്പാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ വിജ്ഞാപനത്തിലുണ്ടോ? ഒപ്പം തന്നെ വൻതോതിൽ മാംസ കയറ്റുമതിക്ക് വേണ്ടിയിട്ട് ഉള്ള വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കന്നുകാലി കശാപ്പും നിരോധിച്ചിട്ടുണ്ടോ? കന്നുകാലി കശാപ്പ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അതിനകത്ത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കശാപ്പ് കൂടി ഉൾപ്പെടുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായി അത് പറയണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം വായിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ കൃത്യത വരികയുള്ളൂ. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് കന്നുകാലി കശാപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിരോധിച്ചിരിക്കുകയാണ്. കന്നുകാലികളെ വിൽപ്പന നടത്തുന്ന സമയത്ത് ഇവയെ അറവിനായി നൽകില്ല എന്നുള്ളൊരു ഉറപ്പ് ഈ വാങ്ങുന്നയാൾ എഴുതി നൽകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ കന്നുകാലി മാർക്കറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള വിൽപ്പനയും വാങ്ങലുമെല്ലാം നടക്കുന്ന സമയത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച ആളുകളുടെ കാര്യങ്ങളും വാങ്ങുന്ന ആളുകളുടെ കാര്യങ്ങളും എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഇവയെ അറവിനായിട്ടല്ല കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പരിശോധിച്ച് കൃത്യമായി ഉറപ്പുവരുത്തണമെന്ന് ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കന്നുകാലികളെ ബലി നൽകുന്നത് ഉൾപ്പെടെയുള്ള ആചാരങ്ങൾക്ക് ഇവയെ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഉറപ്പും കൂടി ഈ വാങ്ങുന്ന സമയത്ത് ആളുകൾ നൽകേണ്ടതുണ്ട്. മാത്രമല്ല, വാങ്ങിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇതിനെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനും പാടില്ല എന്നുള്ള കാര്യവും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. കൃത്യമായി ഈ വിജ്ഞാപനം പറയുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ കന്നുകാലികളെ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയാൽ മാത്രമേ അയാൾക്ക് കന്നുകാലികളെ വിൽപ്പനയ്ക്കായി കൈമാറാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് കശാപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് കന്നുകാലികളെ ഉപയോഗിക്കില്ല, കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഇനി കന്നുകാലികളെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഈ വിജ്ഞാപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യക്തതാ പ്രശ്നം ഇതിലുണ്ട്. കാരണം കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ടതെല്ലാം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ സംസ്ഥാനങ്ങളുമായി ആലോചിക്കാതെ ഇത്തരത്തിലൊരു വിജ്ഞാപനം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നുള്ള ഒരു കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു. കന്നുകാലികളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. അറവിനായി കന്നുകാലികളെ വിൽക്കാൻ പാടില്ല.